വിശ്വാസികൾക്കൊപ്പമെന്ന് CPM. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി വൈസ് ചാൻസലർ. ഇടതംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു. പകരം ചുമതല R. രശ്മിക്ക്. വൈകിട്ടോടെ മിനി കാപ്പൻ ചുമതല ഒഴിയും. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനങ്ങളിൽ സുപ്രീം കോടതിയിൽ ഗവർണറുടെ ഹർജി. നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നും സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി വേണമെന്നും ആവശ്യം. ഹർജി ഖേദകരമെന്ന് മന്ത്രി R. ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമെന്ന് MV ഗോവിന്ദൻ. ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട്. വിമർശനം കേട്ട് പിന്നോട്ടില്ലെന്നും CPM വിശ്വാസികൾക്കൊപ്പമെന്നും MV ഗോവിന്ദൻ. എതിർപ്പ് തുടർന്ന് BJP. UDF തീരുമാനം ഇന്നറിയാം. മുന്നണി നേതാക്കളുടെ യോഗം വൈകിട്ട് 7:30. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത വെല്ലുവിളിയെന്നും രാജ്യം അതിജീവിക്കുമെന്നും മോദി. അടുത്തുതന്നെ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭിന്നത. നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാകാതെ നേതൃത്വം. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കേസെടുത്തേക്കില്ല. സ്ത്രീകൾ പരാതി നൽകിയിട്ടില്ലെന്ന് പോലീസ്. ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് അന്താരാഷ്ട്ര 2020-ൽ നിന്നും വിരമിച്ചു. ടെസ്റ്റിലും ഏകദിനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സ്റ്റാർക്ക്. കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി. പകരം രജിസ്ട്രാർ ഇൻചാർജ് ചുമതല കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ രശ്മി R. നൽകി. ഇടതംഗങ്ങളുടെ ആവശ്യം വൈസ് ചാൻസലർ അംഗീകരിക്കുകയായിരുന്നു. വൈകുന്നേരത്തോടെ മിനി കാപ്പൻ ചുമതല ഒഴിയും. നിലവിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ മിനി കാപ്പനും പങ്കെടുത്തു. ആതിര രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ആതിര, VCയും സിൻഡിക്കേറ്റും തമ്മിലുള്ള പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരമായി മാറുകയാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. മിനി കാപ്പനെ മാറ്റി പകരം ചുമതല മറ്റൊരാൾക്ക് കൂടി നൽകി പ്രശ്നപരിഹാരം, അതായത് പ്രശ്നത്തിനൊരു അയവ് വരുത്തുകയല്ലേ? അഖില, ഈ കേരള സർവകലാശാല വിഷയത്തിൽ ഇപ്പോൾ ഒരു സമവായം, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം, ഒരു ആശ്വാസമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. 2 മാസങ്ങൾക്കിപ്പുറം ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ ഈ യോഗത്തിലാണ് രജിസ്ട്രാർ ഇൻചാർജായി മിനി കാപ്പനെ നിയമിച്ചിരിക്കുന്ന കാര്യം VC സിൻഡിക്കേറ്റ് അംഗങ്ങളെ അറിയിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവിടെ ഒരു തർക്കമുണ്ടാകുകയും ഇത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് VC അറിയിക്കുകയുമായിരുന്നു. ഒടുവിൽ ഇപ്പോൾ നിലവിൽ കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള രശ്മി R.നെ ഈ താൽക്കാലിക താൽക്കാലിക രജിസ്ട്രാർ ഇൻചാർജായിട്ട് നിയമിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി രശ്മി R. ഈ ചുമതല ഏറ്റെടുക്കും. ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം VC അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിലെ നിലവിലെ പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കുന്നു എന്ന് വേണം നിലവിൽ മനസ്സിലാക്കാൻ. അതിനുശേഷം തർക്കങ്ങൾ അവസാനിച്ച് യോഗം വീണ്ടും തുടങ്ങി. യോഗം ഇപ്പോൾ തുടരുകയാണ്. മറ്റ് അജണ്ടകളിലേക്ക് യോഗം കടന്നു. ഈ 100 കോടി രൂപയുടെ പദ്ധതി PM ഉഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ ഒരു തുക ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായാൽ മാത്രമേ ആ തുക വിനിയോഗിക്കാൻ സാധിക്കുകയോ അല്ലാത്ത പക്ഷം ആ തുക നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വിഷയവും വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട മറ്റു നിരവധി അജണ്ടകളാണ് ഇപ്പോൾ നിലവിൽ ഈ സിൻഡിക്കേറ്റ് യോഗത്തിലുള്ളത്. ആ അജണ്ടകളിലേക്ക് സിൻഡിക്കേറ്റ് യോഗം കടന്നിരിക്കുന്നു. നിലവിൽ കേരള സർവകലാശാലയിലെ ഈ സിൻഡിക്കേറ്റ് VC പോരിൽ ഒരു താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു. VC രജിസ്ട്രാർ ഇൻചാർജിൽ നിന്നും മിനി കാപ്പനെ മാറ്റി പകരം ചുമതല രശ്മി R.ക്ക് നൽകിയിരിക്കുകയാണ്. വൈകുന്നേരത്തോടുകൂടി രശ്മി R. ചുമതല ഏറ്റെടുക്കും. മിനി കാപ്പൻ ചുമതലയിൽ നിന്ന് ഒഴിയും. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. സർവകലാശാല VC നിയമനങ്ങളിൽ സർക്കാരുമായി വീണ്ടും ഏറ്റുമുട്ടലിന് തയ്യാറെടുത്ത് ഗവർണർ. VCമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VCയെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ഈ 2 സർവകലാശാലകളിലും സാഹചര്യം മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഹർജിയിൽ പറയുന്നു. കേരളത്തിലെ സർവകലാശാലകളിലെ ഭരണ സംവിധാനത്തിൽ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അടുത്ത നീക്കവുമായി ഗവർണർ എത്തിയിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VCയെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം.
VC-മാരുടെ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. എന്നാൽ ഈ പട്ടിക മുഖ്യമന്ത്രിയെ ഒഴിവാക്കി തനിക്ക് നേരിട്ട് നൽകണമെന്നുള്ളതാണ് ഗവർണറുടെ ആവശ്യം. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചായിരിക്കണം നിയമനം. ഇക്കാര്യത്തിൽ ഗവർണർക്ക് എതിർപ്പുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും പറഞ്ഞിരുന്നു. സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരുകളിൽ മുൻഗണനാക്രമം നിശ്ചയിച്ച ചാൻസലർക്ക് കൈമാറാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതനുസരിച്ച് പേരുകൾ കിട്ടി 2 ആഴ്ചയ്ക്കകം നിയമനം നടത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. നിലവിൽ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ 2 പ്രതിനിധികളും ഗവർണറുടെ 2 പ്രതിനിധികളുമാണ് ഉള്ളത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണെന്നും UGC പ്രതിനിധി പകരം വരണമെന്നും ഗവർണർ പറയുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമന സമിതിയിൽ സർക്കാരിനുള്ള മേധാവിത്വം അവസാനിപ്പിക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യം. അമൃത ന്യൂസ്, ഡൽഹി. മുഖ്യമന്ത്രിയെ നിയമന പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് സർവകലാശാലകൾക്ക് വേണ്ട പിന്തുണ നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ്. അങ്ങനെയിരിക്കെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒഴിവാക്കി എങ്ങനെ വൈസ് ചാൻസലറെ നിയമിക്കാൻ കഴിയുമെന്ന് മന്ത്രി ചോദിച്ചു. സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബാലൻസ്ഡായ ഒന്നായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കോടതി നിലപാട് അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഗവർണറെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർക്ക് അവകാശമുണ്ടല്ലോ, സമീപിക്കട്ടെ. അപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കുമല്ലോ. കോടതി ഒരു രമ്യമായ പരിഹാരത്തിന് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ അത് അംഗീകരിക്കാതെ അദ്ദേഹം വർഗീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഗവർണർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബോധപൂർവ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതെല്ലാമെന്നും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് പോയി. കോടതി കൃത്യമായൊരു നിലപാട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ ഒന്നായിട്ട് വന്നു. അപ്പോഴാണ് അതിൻ്റെ അപ്പീലും കാര്യങ്ങളായിട്ട് പോകുന്നത്. അത് സ്വാഭാവികമായുള്ള കാര്യമാണ്. കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ്. ഇതിന് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സമ്മിശ്ര പ്രതികരണം. സംഗമവുമായി മുന്നോട്ടെന്ന MV ഗോവിന്ദൻ. എതിർപ്പ് തുടർന്ന് BJP. സെപ്റ്റംബർ 20-ന് ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും വർഗീയവാദികൾക്കൊപ്പമല്ല വിശ്വാസികൾക്കൊപ്പമാണ് CPM എന്നും MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അതേസമയം അയ്യപ്പ സംഗമത്തിന് പിന്നിൽ CPM-ന്റെ ദുഷ്ടലാക്കെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരിച്ചടിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് പന്തളം കൊട്ടാരം നിർവാഹക സംഘവും രംഗത്തെത്തി. സാധാരണ അയ്യപ്പന്മാർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമെന്നും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണമെന്നും കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ പറഞ്ഞു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ എന്നതിൽ UDF ഇന്ന് തീരുമാനമെടുക്കും. ഇതിനായി മുന്നണി നേതാക്കളുടെ യോഗം വൈകിട്ട് 7:30 ഓൺലൈനായി ചേരും. സംഗമവുമായി സഹകരിക്കില്ലെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവിനെ നേരിട്ടെത്തി ക്ഷണിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത TV.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത രാജ്യത്തിന് വെല്ലുവിളിയാണെന്നും രാജ്യം അതിനെ അതിജീവിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത് തന്നെ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമികോൺ ഇന്ത്യ 2025 സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. साथियों, टेक्नोलॉजी के साथ मेरा ये झुकाव मुझे बार बार आपके बीच लाता है, इसलिए आज भी आपके बीच आकर मुझे बहुत आनंद हो रहा है। फ्रेंड्स, यहां दुनिया भर में सेमीकंडक्टर से जुड़े एक्सपर्ट्स हैं। 40-50 से ज्यादा देशों का यहां रिप्रेजेंटेशन है और भारत की इनोवेशन और यूथ पावर भी यहां नजर आ रही है। പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുകയുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 13-ന് പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തുമെന്നാണ് വിവരം. മിസോറാം സന്ദർശനത്തിനൊപ്പമാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്കും എത്തുക. സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായാണ് മോദി മണിപ്പൂരിലേക്ക് എത്തുന്നത്. 51 കിലോമീറ്റർ നീളുന്ന ബൈറാബി സായിരംഗ് റെയിൽവേ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി മിസോറാമിലെത്തുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം മണിപ്പൂർ കൂടി സന്ദർശിക്കും. ഈ മാസം 13-ന് പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തുമെന്നാണ് റിപ്പോർട്ട്. സന്ദർശനത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. മിസോറാമിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി. 2023 മെയ് മാസത്തിൽ സംഘർഷം തുടങ്ങിയ മണിപ്പൂരിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. കുക്കി മെയ്തൈ സംഘർഷം അതീവ ഗുരുതരമായപ്പോഴും പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തിയില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സംഘർഷത്തിലും തുടർന്നുണ്ടായ പോലീസ് നടപടിയിലും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. രാജ്യവ്യാപക പ്രതിഷേധം പ്രതിപക്ഷമുയർത്തി. പാർലമെന്റിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി മൗനം പാലിച്ചത് വലിയ ചർച്ചയായിരുന്നു. സംഘർഷം അതിരുകടന്നതോടെ കഴിഞ്ഞ ഫെബ്രുവരി 13-ന് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. കേന്ദ്ര നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി രാജിവെക്കുകയും ചെയ്തു. തുടർന്ന് 6 മാസക്കാലമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാണ് മണിപ്പൂർ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചേക്കും. അതിൽ നിർണായകമാവുക പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത് തന്നെയാണ്. നിലവിലുണ്ടായിരുന്ന സർക്കാരിന് 2027 വരെയാണ് കാലാവധി ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണത്തിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നാണ് സൂചന. അമൃത ന്യൂസ്, ഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭിന്നത. നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാകാതെ നേതൃത്വം. അതിനിടെ 15-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്നതിൽ നിയമതടസ്സമില്ല എന്ന് സ്പീക്കർ അറിയിച്ചു. നിരവധി സ്ത്രീകളിൽ നിന്ന് ഗുരുതര ആരോപണം ഉയർന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ തുടക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ ഏക അഭിപ്രായമായിരുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത ആർജവമുള്ള തീരുമാനമെന്ന് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കാറ്റ് മാറി വീശാൻ തുടങ്ങി. ആരോപണം ഉന്നയിച്ചവർ ആരും പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതോടെ അതിൽ കടിച്ചു തൂങ്ങുകയാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം. ഒറ്റ പരാതി പോലുമില്ലാതെ നടപടിയെടുത്തത് എടുത്തുചാട്ടമായി പോയി എന്ന വിമർശനം ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന എ ഗ്രൂപ്പ് ഉന്നയിക്കുന്നു. ഇതിനിടെ രാഹുലിനെ പാലക്കാട് എത്തിക്കാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ അണിയറ നീക്കവും നടക്കുകയാണ്. എന്നാൽ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന നിലപാടിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഐക്യം ഇപ്പോൾ നേതാക്കൾക്കില്ല. MLA പദവി രാജിവെക്കണമെന്ന മുറവിളി കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ CPM-ഉം BJP-യും ഉയർത്തിയതോടെയാണ് നേതൃത്വം നിലപാട് ഘടിപ്പിച്ചത്. എന്നാൽ രാജിക്കായുള്ള മുറവിളി മറുഭാഗത്ത് ദുർബലമായതോടെ ആരോപണം ഉന്നയിച്ചവരുടെ പശ്ചാത്തലവും പരാതിയുടെ കഴമ്പുമൊക്കെ ചികയാൻ തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ്. ഇതോടെ എ ഗ്രൂപ്പ് ശക്തമായി രാഹുലിനു വേണ്ടി നീക്കം ആരംഭിച്ചു. UDF കൺവീനർ അടൂർ പ്രകാശും MM ഹസനും ഉൾപ്പെടെയുള്ളവർ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ എന്തിനു മാറി നിൽക്കണമെന്ന ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. രാഹുൽ വിഷയത്തിൽ തുടക്കം മുതലേ നിലപാട് കടുപ്പിച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് വിമർശനം. ഇതോടെയാണ് നേതൃത്വം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയത്. രാഹുലിനെതിരായ നടപടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും അന്ന് മിണ്ടാതിരുന്നവർ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് എ ഗ്രൂപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ മാസം 15-ന് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ നിയമപരമായ തടസ്സമില്ല എന്ന് സ്പീക്കറും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് നൽകിയ പരാതി അന്വേഷണത്തിന് വിട്ടേക്കില്ല. കോൺഗ്രസ് നേതാവ് M. മുനീറാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി നൽകിയത്. പരാതിക്കാരി നേരിട്ട് പരാതി നൽകാതെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതും കടകംപള്ളിയുടെ കേസുമായി താരതമ്യം ചെയ്യാനാകില്ലെന്നും പോലീസ് പറഞ്ഞു. CPM നേതൃത്വത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുതിർന്ന നേതാവ് പിരപ്പൻകോട് മുരളി പുറകിൽ നിന്ന് കുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും VSന്റെ വിലാപയാത്രയിൽ നെഞ്ചു വിരിച്ചു നിന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തു ചാടിക്കാൻ നോക്കിയവരെല്ലാം VS ആരാണെന്ന് തിരിച്ചറിഞ്ഞത് മരണശേഷമാണെന്നും പിരപ്പൻകോട് മുരളി തുറന്നടിച്ചു. VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിലാണ് പിരപ്പൻകോടിന്റെ വിമർശനം. VSന്റെ മരണശേഷം വായനക്കാരിലേക്ക് എത്തുന്ന പിരപ്പൻകോട് മുരളിയുടെ പുസ്തകമാണ് VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം. VSന്റെ ആത്മകഥാംശമുള്ള പുസ്തകം കൂടിയാണിത്. പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു VSന്റെ വിയോഗം. ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ ആ സമയത്ത് ഏറെ ചർച്ചയായിരുന്നു. വിഭാഗീയതയുടെ കാലത്ത് പാർട്ടി VSനോട് കാട്ടിയതൊക്കെ പുസ്തകത്തിൽ വിവരിക്കുന്നു. പുറകിൽ നിന്ന് കുത്തിയവരൊക്കെ വിലാപയാത്രയിൽ നെഞ്ചുവിരിച്ചു നിന്നുവെന്ന് പിരപ്പൻകോട് മുരളി തുറന്നടിക്കുന്നു. മരണശേഷമാണ് VSനെ പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞത്. പാർട്ടിയിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളുടെ കണ്ണ് ജനലക്ഷങ്ങൾ തുറപ്പിച്ചു. സന്ദർഭത്തിനൊത്ത് CPM നേതാക്കൾ ഉയർന്നത് നന്നായി എന്നും പുസ്തകത്തിൽ പരിഹസിക്കുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം പുസ്തകത്തിലും വിശദീകരിക്കുന്നുണ്ട്. VSന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിമർശിക്കേണ്ടതെന്ന് മുൻകൂട്ടി ശിക്ഷണം ലഭിച്ച ഒരു കൂട്ടം പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നു. അക്കൂട്ടത്തിൽ നാടും നാടിന്റെ ചരിത്രവും അറിയാത്ത ഒരു യുവ വായാടിയായ പ്രതിനിധിയെ കൊണ്ട് VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് വരെ പറയിപ്പിച്ചു. ഇത് പറയുമ്പോൾ അധ്യക്ഷവേദിയിലും പ്രസിഡിയത്തിലും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കൾ ഊറിച്ചിരിക്കുകയായിരുന്നു. പുസ്തകം വിവരിക്കുന്നു. എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം വിവാദമായപ്പോൾ പുസ്തകം വിറ്റഴിക്കാനായി നടത്തുന്ന ജൽപ്പനങ്ങളെന്നായിരുന്നു അന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചത്. ഇതിനുള്ള മറുപടിയും പുസ്തകത്തിലുണ്ട്. MV ഗോവിന്ദന് സൈബർ പോരാളിയുടെ ഭാഷയെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. VSനെ കുറിച്ച് മറ്റാരും എഴുതരുതെന്ന് പാർട്ടി കർദിനാൾമാർ കൽപ്പിക്കുന്നുണ്ടെന്നും പുസ്തകത്തിൽ വിമർശിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പരീക്ഷയ്ക്കിടെ കോപ്പിയടി പിടിച്ചതിന് വിദ്യാർത്ഥികൾ പീഡന പരാതി നൽകിയ അധ്യാപകനെ കോടതി വിട്ടയച്ചു. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥിനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. 2014 ഓഗസ്റ്റിൽ നടന്ന MA ഇക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷാ ഹാളിൽ കോപ്പിയടി പിടിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയത്. ചെയ്യാത്ത തെറ്റിന് ഒരു പതിറ്റാണ്ടിലേറെ അനുഭവിച്ച വേദന, അവസാനം കോടതി വെറുതെ വിട്ടതിന്റെ ആശ്വാസം. ആ ദുരിതകാലം ഓർമ്മിക്കുകയാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ. SFI അനുഭാവികളായ വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ CPM പാർട്ടി ഓഫീസിൽ വെച്ചാണെന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. പെൺകുട്ടികൾ തന്നെ ഈ കാര്യം കമ്മീഷനോട് സമ്മതിച്ചു. എന്നെ അതായത് ആ എൻക്വയറിയൊക്കെ ഓൺ സൈഡായിരുന്നു. എൻ്റെ വാർഷിക എൻക്രിമെൻ്റ് 2 കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിയിൽ കുറ്റക്കാരനാണ്. ഇപ്പോൾ കോടതിക്ക് അത് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രിൻസിപ്പലും അന്ന് നടന്ന കാര്യങ്ങളെല്ലാം കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട്. തന്നെ കൊടുക്കാൻ കോളേജ് അധികൃതരും കൂട്ടുനിന്നതായാണ് ആനന്ദിന്റെ ആരോപണം. ഒരു പതിറ്റാണ്ടായി അനുഭവിച്ച മാനസിക പീഡനത്തിൽ നിന്ന് മോചനം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഈ അധ്യാപകൻ. അമൃത ന്യൂസ്, ഇടുക്കി. അഭിഭാഷകയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ഡൽഹിയിൽ 2 ജില്ലാ ജഡ്ജിമാർക്കെതിരെ നടപടി. സാകേത് ജില്ലാ ജഡ്ജി സഞ്ജീവ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനും മറ്റൊരു ജഡ്ജിയെ അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാനുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഒരു അഭിഭാഷകനെതിരെ ബലാത്സംഗ കേസ് നൽകിയ യുവതിയായ അഭിഭാഷകയെ ഭീഷണിപ്പെടുത്തുകയും പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്ന പരാതിയിലാണ് നടപടി. പരാതി അച്ചടക്ക സമിതി പരിശോധിച്ചിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായും പരാതിയിൽ പറയുന്നു. കൂടാതെ യുവ അഭിഭാഷകയുടെ സഹോദരനെ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച ഓഡിയോ സന്ദേശങ്ങളും കോടതിക്ക് അഭിഭാഷക കൈമാറി. ഈ ഗുരുതരമായ ആരോപണങ്ങളെ തുടർന്നാണ് ഹൈക്കോടതിയുടെ നടപടി. സമ്പൂർണ്ണ ബെഞ്ച് ചേർന്ന് പരാതി പരിശോധിച്ചാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡ് വേഗത്തിൽ കുതിക്കുന്നു. ഇന്ന് പവന് 160 രൂപ വർദ്ധിച്ച് 77,800 രൂപയായി. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 9,725 രൂപയാണ്. ഇന്നലെ 680 രൂപ കൂടിയതോടെ സ്വർണ്ണവില ആദ്യമായി 77,000 കടന്നിരുന്നു. ചിങ്ങമാസമായതിനാൽ കല്യാണ വിപണിയെ വില വർധന ബാധിച്ചേക്കും. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂടുന്നതാണ് സംസ്ഥാനത്തും വില വർദ്ധിക്കാൻ കാരണം.
ഓണത്തിന് തൂശനിലയടക്കം തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തിലാണ് ഇങ്ങ് തിരുവനന്തപുരത്ത് യുവ കർഷകൻ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്ത് വിജയം കൊയ്യുന്നത്. ചില കൃഷിക്കാഴ്ചകളിലേക്ക്. സൂര്യകാന്തി പാടം കാണാൻ ഇനി അങ്ങ് തെങ്കാശി വരെ പോകേണ്ട ആവശ്യമില്ല. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായ SV സുജിത്ത് കഴക്കൂട്ടം തുമ്പയിൽ 10,000-കണക്കിന് സൂര്യകാന്തികളെയാണ് നിങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളത്. യുവ കർഷകനായ SV സുജിത്തും സുഹൃത്തുക്കളും ചേർന്നാണ് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ മണൽപ്പരപ്പിൽ വസന്തം വിരിയിച്ചത്. പുതുതലമുറ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയ ഒരു മേളയാണിത്. അപ്പോൾ ഇതിനകത്ത് സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് അറിയില്ല, നമ്മൾ ചൂടും മഴയും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് കർഷകർ തന്നെ പണി നിർത്തുവാണ്, കൃഷിയിലേക്ക് ആരും വരുന്നില്ല. അപ്പോൾ പുതുതലമുറയ്ക്ക് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവരൊന്ന് ആകർഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി ഇട്ട് കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാനുള്ള ഒരു മേളയായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഫാം 90% മെക്കനൈസ്ഡാണ്, യന്ത്രവൽക്കരമാണ്. അപ്പോൾ അതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറിഗേഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാധ്യതകളുണ്ടെന്ന് നമ്മൾ പബ്ലിക്കിനും പുതുതലമുറയ്ക്കും നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്ത നമ്മളൊരു പ്രോഗ്രാമാണ് ആരവം 2025 എന്നുള്ളത്. നഗരഹൃദയത്തിലെ കാഴ്ചാവിരുന്ന് ആസ്വദിക്കാൻ ധാരാളം പേർ എത്തുന്നുണ്ട്. പടം അടിപൊളിയാണ്. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ രാവിലെ സുന്ദരപാണ്ഡിപുരത്ത് പോകാൻ ഇറങ്ങിയത് രാവിലെ. യൂട്യൂബിനകത്ത് ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ അവിടെ ഈ സംഭവം ഉണ്ടെന്നും അറിഞ്ഞത്. എങ്കിൽ പിന്നെ അവിടെ പോയാൽ നോക്കാമല്ലോ എന്നും പറഞ്ഞ് വന്നതാണ്. തെങ്കാശി വരെ പോകേണ്ടി വന്നില്ല. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. വളരെ സന്തോഷമുണ്ട് ഇവിടെ കണ്ട്. നല്ലൊരു വർത്തായിട്ടാണ്. വിവിധ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും പൂക്കളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒത്തൊരുമയുടെ ബലമാണ് തണ്ണിമത്തൻ, മുസമ്പി, ചോളം, പടവലം, മത്തങ്ങ എന്നിങ്ങനെയുള്ളവയും നൂറുമേനി വിളവ് നൽകാൻ കാരണം. ഓണത്തിരക്കിനിടയ്ക്ക് ഇവിടെയൊന്ന് വന്നുപോയാൽ ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും ഒക്കെ കണ്ട് മനം നിറച്ച് മടങ്ങാം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് അന്താരാഷ്ട്ര 2020-യിൽ നിന്ന് വിരമിച്ചു. ടെസ്റ്റിലും ഏകദിനത്തിലും ശ്രദ്ധിക്കാനാണ് 2020-യിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചതെന്ന് സ്റ്റാർക്ക് പറയുന്നു. 65 2020-യിൽ നിന്നായി 79 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് താരം. 2021 ലോകകപ്പ് നേടിയ ഓസീസ് ടീമിൽ അംഗമായിരുന്നു. 2027 ഏകദിന ലോകകപ്പിൽ കളിക്കാനുള്ള ആഗ്രഹവും സ്റ്റാർക്ക് പ്രകടിപ്പിച്ചു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.